കോഴിക്കോട് കൂടരഞ്ഞിയിൽ മദ്യപാനം ചോദ്യം ചെയ്ത മകനെ അച്ഛൻ കുത്തിക്കൊന്നു. പൂവാറന്തോട് സ്വദേശി ബിജു എന്ന ജോൺ ചെരിയൻപുറത്താണ് മകൻ ക്രിസ്റ്റിയെ കൊലപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങൾ മുഹമ്മദ് ഷഹീദ് നൽകും. ഷഹീദ്, നമസ്കാരം. ഈ മദ്യപാനം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടതിന് മകനോട് വൈരാഗ്യം തോന്നുക, മകനെ ഉറക്കത്തിൽ കുത്തിക്കൊല്ലുക, അതിദാരുണമായ സംഭവം എന്നല്ലാതെ മറ്റൊന്നും പറയാനല്ല. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഇത് കൃത്യമായി എവിടെയാണ്? വിശദാംശങ്ങൾ പറയൂ. മോത്തി, സാധാരണഗതിയിൽ മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ അവരെ വഴി തിരുത്താൻ, ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ മാതാപിതാക്കൾ ശ്രമിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ പലപ്പോഴും അനുഭവിക്കാറുണ്ട്, കേൾക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നേരെ തിരിച്ച് സംഭവിച്ചു എന്നുള്ളതാണ്. അത് വലിയൊരു കൊലപാതകത്തിലേക്ക്, ദാരുണമായ ഒരു മരണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളതാണ്. ഇന്ന് കോഴിക്കോട് കൂടരഞ്ഞി പൂവാറന്തോട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. ബിജു എന്ന് പറയുന്ന ജോൺ ആണ്. അദ്ദേഹം സ്ഥിരമായി മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ഒരാളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇന്നലെ രാത്രിയും ഒരു ബന്ധുവീട്ടിൽ പോയി സമാനമായ രീതിയിൽ മദ്യപിച്ച് അവിടെ ബഹളമുണ്ടാക്കി, അസ്വസ്ഥതയുണ്ടാക്കി. ഈ ബന്ധുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് മകൻ ക്രിസ്റ്റിയും, 24 വയസ്സുള്ള മകനാണ്, ക്രിസ്റ്റിയും ഈ ബിജുവിൻ്റെ സഹോദരനും കൂടെ അവിടെ തിരുവമ്പാടിയിലെ ബന്ധുവീട്ടിലെത്തി. അവിടെ നിന്നും ജോണിനെ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നുറങ്ങി. ആ സമയത്താണ് ഈ കൊലപാതകം നടന്നത്. ഈ ജോൺ കത്തി ഉപയോഗിച്ച് ക്രിസ്റ്റിയുടെ ഉറങ്ങുകയായിരുന്ന മകൻ ക്രിസ്റ്റിയുടെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. അവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദാരുണമായ അന്ത്യം മകന് സംഭവിച്ചു. ഇപ്പോൾ ജോൺ ഏതായാലും ഇപ്പോൾ തിരുവമ്പാടി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ക്രിസ്റ്റിയുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മോത്തി. ശരി, ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. ശരിയാണ് ഷഹീദ് പറഞ്ഞ ആ പോയിന്റ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മക്കളെയൊക്കെ നേരെ വഴിയെ നടത്താൻ അച്ഛന്മാർ പലതും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ തിരിച്ച് അച്ഛനെ ഒന്ന് നേർവഴിക്ക് കൊണ്ടുവരാൻ, അച്ഛൻ്റെ ദുശീലങ്ങൾ മാറ്റാൻ ഒരു മകൻ ശ്രമം നടത്തിയതിൻ്റെ വൈരാഗ്യത്തിലാണ് ആ മകന് ജീവൻ നഷ്ടമായത് എന്ന് ആലോചിക്കുമ്പോൾ വളരെ കഷ്ടം തോന്നുന്നു.